പ്രസിദ്ധീകരിക്കാത്ത, വിപണിയിലെത്താത്ത, എന്തിന് നിലവിലില്ല എന്ന് പ്രസാധകർ പോലും പറയുന്ന ഒരു പുസ്തകം രാഹുൽ ഗാന്ധിയുടെ കൈകളിൽ എങ്ങനെ എത്തി? മുൻ കരസേനാ മേധാവി ജനറൽ എം നരവാനയുടെ വിവാദമായ ഓർമ്മക്കുറിപ്പുകൾ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉയർത്തിക്കാട്ടിയതോടെ രാജ്യം ഞെട്ടിയിരിക്കുകയാണ്. 4 Stars of Destiny, ഇന്ത്യയുടെ മുൻ ആർമി ചീഫ് എഴുതിയ ഈ പുസ്തകം പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. എന്നാൽ പാർലമെന്റിലെ ചർച്ചയ്ക്കിടെ ഇതിന്റെ ഒരു ഹാർഡ് കോപ്പിയുമായിട്ടാണ് രാഹുൽ ഗാന്ധി എത്തിയത്. ഇത് വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പുസ്തകത്തിന്റെ പ്രസാധകരായിട്ടുള്ള പെൻഗ്വിൻ റാൻഡം ഹൗസ് വ്യക്തമാക്കുന്നത് ഇതിന്റെ ഡിജിറ്റൽ പകർപ്പോ അച്ചടിച്ച പതിപ്പോ ആർക്കും നൽകിയിട്ടില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ അതീവ രഹസ്യ സ്വഭാവമുള്ള സൈനിക വിവരങ്ങൾ അടങ്ങിയേക്കാവുന്ന ഈ രേഖ രാഹുലിന് ലഭിച്ചത് നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെയാണോ എന്ന ചോദ്യം ഉയരുന്നു. 2024 പുറത്തിറങ്ങാനിരുന്ന ഈ പുസ്തകം അവസാന നിമിഷമാണ് തടയപ്പെട്ടത്. സൈനിക ഉദ്യോഗസ്ഥർ വിരമിച്ച ശേഷം പുസ്തകം എഴുതുമ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് അത്യാവശ്യമാണ്. ഇതിനെയാണ് വെറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനാണ് ഈ ഒരു നിബന്ധന. കഴിഞ്ഞ 4 വർഷത്തിനിടെ സമർപ്പിക്കപ്പെട്ട 35 പുസ്തകങ്ങളിൽ അനുമതി ലഭിക്കാതെ മാറ്റിവെച്ച ഏക പുസ്തകം നരവാനയുടേത് മാത്രമാണ്. ഈ സംഭവത്തിൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഔദ്യോഗിക അനുമതിയില്ലാതെ പുസ്തകത്തിന്റെ പ്രീ പ്രിന്റ് പകർപ്പുകൾ പ്രചരിക്കുന്നത് അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമവിരുദ്ധമായി പുറത്തു വന്ന ഒരു രേഖ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്നത് രാജ്യസുരക്ഷയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. രാജ്യത്തിന്റെ സൈനിക രഹസ്യങ്ങൾ വളച്ചൊടിക്കുന്നത് പോട്ടെന്ന് വെച്ചാലും അത് രാഷ്ട്രീയ ലാഭത്തിനായി പരസ്യപ്പെടുത്തുന്നത് എങ്ങനെ ശരിയാകും രാഹുൽ ഗാന്ധി? ഈ പുസ്തകം രാഹുലിന് ലഭിച്ചത് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.